നമസ്കാരം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. തിരഞ്ഞെടുപ്പ് എന്ന് ആരംഭിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. പല പ്രാചീന സംസ്കാരങ്ങളിലും തിരഞ്ഞെടുപ്പിൻ്റെ ചില ആദ്യ രൂപങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. പൗരാണിക ഗ്രീസിലും ഇന്ത്യയിലും റോമിലും ചൈനയിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചുരുങ്ങിയ തലത്തിലെങ്കിലും ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലും റോമിലെ സെനറ്റിലും ഇന്ത്യയിലെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുനിസിപ്പൽ കൗൺസിലിലും മറ്റും ജനഹിത പരിശോധനകൾക്ക് വലിയ സ്ഥാനം ലഭിച്ചതായി ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൽ മാത്രമേ തിരഞ്ഞെടുപ്പിന് പ്രസക്തിയുള്ളൂ. രാജഭരണത്തിൽ രാജാവ് മരിക്കുമ്പോൾ അനന്തരാവകാശി രാജാവ് മരിക്കുമ്പോൾ അയാളുടെ അനന്തരാവകാശി രാജാവാകും. അങ്ങനെയാണ് വ്യവസ്ഥ. അവിടെയും തിരഞ്ഞെടുപ്പിന് അവസരമില്ല. സാധാരണക്കാരെല്ലാം തൻ്റെ മേൽ അധികാരമുള്ള രാജാവിനെയും പ്രഭുവിനെയും ഇടപ്രഭുവിനെയും അനുസരിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഏകാധിപത്യ ഭരണത്തിലാണെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്നത് പറഞ്ഞു കേൾക്കാൻ പോലും പാടില്ലാത്ത ഒരു തെറ്റാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ആധുനിക കാലത്ത് ഉഗാണ്ടയിലെ ഏകാധിപതിയായിരുന്ന ഇദി അമീൻ്റെയും മറ്റും കഥകൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. ഏകാധിപത്യത്തിൽ അനുസരിക്കുവാൻ മാത്രമേ അവകാശമുള്ളൂ. എങ്കിലും തങ്ങളുടെ ഭരണത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ നിയമസാധുതയുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി ഏകാധിപതികൾ തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുത്ത ശേഷം 1939 ആദ്യം ചെയ്തത് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. ശരിക്കും ബാലറ്റ് പേപ്പറും ബാലറ്റ് പെട്ടിയും ഒക്കെയുള്ള തിരഞ്ഞെടുപ്പ് തന്നെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ബാലറ്റ് പേപ്പറിൽ ഒരേ ഒരാളുടെ പേര് മാത്രം, അത് ഹിറ്റ്ലറുടെ പേര് മാത്രം. എതിർ സ്ഥാനാർത്ഥികളില്ല. ബാലറ്റ് പേപ്പറിൽ ഹിറ്റ്ലറുടെ ഭരണത്തെ പാടി പുകഴ്ത്തുന്ന കുറേ വാചകങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ ഭരണം എനിക്കിഷ്ടമാണെന്ന വാചകവും പിന്നെ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഒപ്പിട്ട് രഹസ്യമായി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയെ അവിടുത്തെ വോട്ടർക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അക്കാലത്തെ തെരഞ്ഞെടുപ്പിൽ നടന്ന ഈ ക്രമക്കേടിനെപ്പറ്റി പരാതിയുമായി എത്തിയ ആയിരങ്ങളെ ഹിറ്റ്ലർ തൻ്റെ രഹസ്യ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. ഗ്യാസ് ചേംബറുകളിൽ അവസാനിച്ച അവരുടെ ജീവിതങ്ങളെപ്പറ്റി പിന്നീട് കേട്ടറിവ് പോലുമില്ല. നാം ഇന്നു പറയുന്ന സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വ്യവസ്ഥയുടെ ആവിർഭാവത്തോടെയാണ് രംഗപ്രവേശം ചെയ്തത്. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണത്തിൽ തിരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ്. ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യകാലത്തെ വിശേഷങ്ങളാണ്. ഇത് ഇത്ര മാത്രം. നന്ദി, നമസ്കാരം.